ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദാ ഒരു പുള്ളിമാൻ്റെ കഥയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവരും കേൾക്കണം കേട്ടോ. ഒരു പാവം പുള്ളിമാനാണ് കേട്ടോ. എന്നാൽ പറയട്ടെ. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു പുള്ളിമാനുണ്ടായിരുന്നു. അവൾക്ക് ചെറിയ 3 കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് വിശപ്പ് എപ്പോഴും ഉണ്ടാവും. ഈ ചെറിയ കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ ഈ 3 കുഞ്ഞുങ്ങൾക്കും വേണ്ടി എപ്പോഴും ഇവളിങ്ങനെ ആഹാരം തേടി ഇങ്ങനെ കാട്ടിൽ നടക്കും. അത് കാരണം വേറെ കൂട്ടുകാരന്മാരുടെ കൂടെ കളിക്കാനോ ഒന്നിനും പോവില്ല. എന്നാൽ കാട്ടിലുള്ള മറ്റു മൃഗങ്ങളൊക്കെ എന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ കുറേ നേരം തീറ്റ തേടലൊക്കെ കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെന്നിരുന്ന് വർത്താനം പറയും, കളിക്കും. അങ്ങനെയൊക്കെയാണ് കാട്ടിലുള്ള മറ്റു മൃഗങ്ങളൊക്കെ. എന്നാൽ പുള്ളിമാൻ മാത്രം അതിനൊന്നും പോവില്ല. ഇവൾക്ക് മക്കൾ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവൾക്ക് മക്കളോട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവൾ രാവിലെ മുതൽ തീറ്റയൊക്കെ തേടി തുടങ്ങി. കുറേ നടന്നിട്ടും ഒന്നും കിട്ടിയില്ല. അങ്ങനെ നടന്ന് ഉച്ചയാവാറായപ്പോൾ കുറച്ച് തീറ്റ കിട്ടി. കുറച്ച് ഉണക്ക മുന്തിരിങ്ങ, പിന്നെ കുറച്ച് പഴങ്ങൾ, അതൊക്കെ കിട്ടി. അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കുകയുള്ളൂ. വേറെ അവളൊന്നും കഴിക്കാറായിട്ടില്ല. അപ്പോൾ അവളത് കൊണ്ടിങ്ങനെ കൂട്ടിൽ പോവുമായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വേറെ സ്ഥലത്ത് കുറേ കുറുക്കന്മാർ, വേറെ മൃഗങ്ങളൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്, വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിമാനെ കാണുമ്പോൾ ഒരു കുറുക്കൻ ചോദിക്കും, പുള്ളിമാനെ നീ എവിടേക്കാണ് പോകുന്നേ? നീ ഞങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ വരുന്നുണ്ടോ ചോദിക്കും. അപ്പോൾ പുള്ളിമാൻ പറയും, ഇല്ല, ഞാൻ പോവുക. ഉച്ചയാവാറായി. എൻ്റെ ഈ കയ്യിലുള്ള ആഹാരം മക്കൾക്ക് കൊടുത്തിട്ട് വേണം ഇനി വൈകുന്നേരത്തേക്ക് കൊടുക്കാനുള്ള ആഹാരം ശേഖരിക്കാൻ പോകണമെങ്കിൽ. എനിക്ക് നിങ്ങളുടെ കൂടെയൊക്കെ വർത്താനം പറയാനോ കളിക്കാനോ ഒന്നും സമയമില്ല. നിങ്ങൾ ഇരുന്ന് സംസാരിച്ചോ എന്ന് പറയും. എന്നാൽ ശരി, നീ പോയിക്കോ എന്ന് പറയും. എന്നിട്ട് പുള്ളിമാൻ അങ്ങനെ പോവും. അവൾ വീട്ടിലെത്തിയിട്ട് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കുറേ നേരം കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിക്കും. പിന്നെ അവരെ അടുത്ത് കിടത്തി താരാട്ട് പാടി ഉറക്കും. അത് കഴിഞ്ഞിട്ട് അവൾ വാതിൽ ചാരിയിട്ടിട്ട് അവൾ ആദ്യം തീറ്റ തേടാൻ പോകും. സന്ധ്യയ്ക്ക് മുമ്പേ ഇനി തീറ്റ തേടി വരണമല്ലോ, വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം കിട്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നടന്നു പോകും. പോയി കുറേ ദൂരം നടന്നിട്ട് അവൾക്ക് ഒന്നും കിട്ടില്ല. അപ്പോൾ അവൾ വിചാരിക്കും കുറച്ചും കൂടി ദൂരെ പോയി നോക്കാം. അങ്ങനെ വിചാരിച്ചിട്ട് അവൾ വേറെ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ പോയി കുറേ വഴിയെത്തും. അപ്പോൾ അവൾക്ക് ഒരു ആപ്പിൾ കിട്ടും. പിന്നെ കുറച്ച് നല്ല പഴുത്ത മുന്തിരിങ്ങ കിട്ടും. അതൊക്കെ കൊണ്ട് അവളിങ്ങനെ കൈപ്പിടിച്ച് ഇങ്ങനെ വേഗം വരിക. അപ്പോൾ സന്ധ്യ ആവാറായി തുടങ്ങി. അപ്പോൾ അവൾക്ക് പേടിയായി തുടങ്ങി. ഇരുട്ടാവുന്നതോറും കാട്ടിൽ വേറെ മൃഗങ്ങളൊക്കെ ഇറങ്ങും. വലിയ മൃഗങ്ങൾ, കടുവ, പുലി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അവൾക്കാണെങ്കിൽ അതിന് ഭയങ്കര പേടിയാണ് അവരെയൊക്കെ. അപ്പോൾ അവളിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു കടുവ അവളുടെ മുമ്പിലേക്ക് ചാടി വീഴും. ഹറെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചീറ്റിങ്ങനെ അവളെ പിടിക്കാനായിട്ട് വരും. അപ്പോൾ അവൾ പേടിച്ച് വിറച്ചിട്ട് ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച് പറയും, അയ്യോ കടുവ ചേട്ടാ, എന്നെ പിടിക്കല്ലേ, ഞാൻ എൻ്റെ മക്കളുടെ അടുത്തേക്ക് പോവുക, എന്നെ പിടിക്കല്ലേ എന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ രാവിലെ മുതൽ ഇവിടെ വിശന്നിരിക്കുകയാ, എനിക്കും വിശക്കുണ്ട് എന്ന് പറയും. അപ്പോൾ പറയും, എൻ്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വിശന്നിരിക്കുക, ഞാൻ ഈ ആഹാരം ഒന്ന് കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറയും. അപ്പോൾ പറയും, എനിക്കും വിശക്കുണ്ട്, ഞാൻ നിന്നെ പിടിച്ച് തിന്നാനാണ് ഞാൻ ഇവിടെ തക്കം പറത്തിയിരുന്നായിരുന്നേന്ന്, നീ അവിടേക്ക് പോകുന്നത് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നിന്നെ തിന്നാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നായിരുന്നേന്ന് പറയും. അപ്പോൾ പറയും, കടുവ ചേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ വേഗം പോകട്ടെ, എൻ്റെ മക്കൾ അവിടെ പാവം കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവർക്ക് വേറെ ആരും ഇല്ല വീട്ടിൽ എന്ന് പറയും. അപ്പോൾ പറയും, എനിക്ക് വിശക്കുണ്ട്. അപ്പോൾ പറയും, എന്നാൽ അത്രയ്ക്ക് വിശപ്പാണെങ്കിൽ ഞാൻ എൻ്റെ ഈ കയ്യിലുള്ള പഴങ്ങൾ കടുവ ചേട്ടന് തരാം, ഇത് തിന്നോളൂ എന്ന് പറയും. അപ്പോൾ കടുവ ചിരിക്കും, ഈ കടുവയ്ക്ക് നിൻ്റെ പഴങ്ങളോ, ഞാനിതൊന്നും തിന്നില്ല, ഞാൻ ചൂടുള്ള ഇറച്ചി മാത്രമേ കഴിക്കൂ എന്ന് പറയും. അപ്പോൾ ഇതിനാകെ വിഷമാവും. അപ്പോൾ പറയും, എങ്കിലും ഒരു കാര്യം ചെയ്യാം, ചേട്ടൻ ഇറച്ചി മാത്രമേ കഴിക്കുള്ളൂ, എൻ്റെ ഒരു കൈ പിടിച്ച് കടിച്ച് മുറിച്ച് തിന്നോളൂ, എന്നാലും എന്നെ കൊല്ലരുത്, ഞാൻ എൻ്റെ മക്കളുടെ അടുത്തേക്ക് പോട്ടെ എന്ന് പറയും. അപ്പോൾ പറയും, നിൻ്റെ ഒരു കൈ കിട്ടിയിട്ട് എൻ്റെ വിശപ്പൊന്നും മാറില്ല, നിന്നെ മുഴുവൻ എനിക്ക് വേണമെന്ന് പറയും. അപ്പോൾ ഈ പുള്ളിമാനാകെ സങ്കടവും. അപ്പോൾ അവൾ പറയും, എന്നാൽ ശരി, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഈ ഭക്ഷണം മക്കൾക്ക് കൊണ്ടു കൊടുത്തിട്ട് ഞാൻ അവരോട് വിവരം പറഞ്ഞിട്ട് ഞാൻ കടുവ ചേട്ടൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറയും. അപ്പോൾ പറയും, എന്നാൽ ശരി, വേഗം വരണം, ഞാനിവിടെ കാത്തിരിക്കുന്നു പറയും. ഞാൻ വരാമെന്ന് പറയും. എന്നിട്ട് അവൾ വേഗം ഓടും മക്കളുടെ അടുത്തേക്ക്. എന്നിട്ട് മക്കളുടെ അടുത്ത് ചെന്ന് മക്കൾക്ക് ഈ പഴങ്ങളൊക്കെ കൊടുക്കും. എന്നിട്ട് മക്കളുടെ തലയിൽ തലോടി ആശ്വസിപ്പിക്കും. എന്നിട്ട് മക്കളോട് കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്കൊന്നും അറിയാറായിട്ടില്ല. അപ്പോൾ അവൾ അടുത്ത് തന്നെ ഒരു മുയലമ്മ താമസിക്കുന്നുണ്ടായിരുന്നു. ആ മുയലമ്മോട് കാര്യങ്ങളൊക്കെ പറയും. മുയലമ്മേ, നീ എൻ്റെ മക്കളെ നോക്കണം കേട്ടോ, ഞാൻ പോവുകയാണ്, ആ കടുവ ചേട്ടന് ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്, എൻ്റെ മക്കൾക്ക് വേറെ ആരുമില്ല, ഇനി നീ എൻ്റെ മക്കളെ ഒന്ന് വല്ലപ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അവർ കൊച്ചു കുഞ്ഞുങ്ങളാണ്,
അപ്പോൾ അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങളാണ്, നീ അവരെ ഉപേക്ഷിക്കരുത്, ഞാൻ പോട്ടെ എന്ന് പറയും. അപ്പോൾ ഈ മുയലമ്മ പറയും, പുള്ളിമാനെ, കടുവ നിന്നെ അന്വേഷിച്ച് ഇവിടേക്കൊന്നും വരാൻ പോവില്ല. നീ ഒരു കാര്യം ചെയ്യേ, നീ കുറേ നാളത്തേക്ക് നിൻ്റെ മക്കളെ കൊണ്ട് ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ, അല്ലാതെ നീ കടുവയുടെ വായിൽ ചെന്ന് അകപ്പെടരുത്. നിൻ്റെ 3 കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും നീ ഇങ്ങനെ ചെയ്യുമെന്ന് പറയും. അപ്പോൾ പുള്ളിമാൻ പറയും, വേണ്ട, ഞാൻ കടുവച്ചേട്ടന് വാക്ക് കൊടുത്തിട്ടാണ് വന്നത്, ഞാൻ ചെല്ലാമെന്ന്, ഞാൻ പോകട്ടെ, നീ എൻ്റെ മക്കളുടെ കാര്യം മറക്കരുത് കേട്ടോ, ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് പുള്ളിമാൻ വേഗം ഓടും കടുവയുടെ അടുത്തേക്ക്. അവിടെ ചെന്നിട്ട് കടുവ അപ്പോൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് പറയും, കടുവച്ചേട്ടാ, ഞാൻ ദാ എത്തി, എന്നെ കൊന്നു തിന്നോളോ, ഞാൻ എൻ്റെ മക്കളെ അടുത്തൊരു മുയലമ്മയുണ്ട്, അവളെ ഏൽപ്പിച്ചിട്ടാണ് പോന്നേണേന്ന് പറയും. അപ്പോൾ കടുവയ്ക്ക് വിഷമവും, നിൻ്റെ 3 കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ നിന്നെ ഒന്നും ചെയ്യണില്ല കേട്ടോ, എനിക്കുണ്ട് 3 കുഞ്ഞുങ്ങൾ, നിൻ്റെ സത്യസന്ധത എനിക്ക് നല്ല ഇഷ്ടമായി, അത് കാരണം ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നില്ല, നീ നിൻ്റെ മക്കളുടെ അടുത്തേക്ക് തന്നെ പൊക്കോ, ഇനി മേലാൽ ഞങ്ങളുടെ മുമ്പിലൊന്നും ഇതേ സമയത്ത് വന്ന് പെടരുത് കേട്ടോ, പോലെ ആത്മാർത്ഥതയുള്ള വേറെ ആർക്കും ഉണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ ഇല്ല, ഇനി ഞാൻ ഇതുപോലെ നേരം വൈകാനൊന്നും നിൽക്കില്ല, ഞാൻ വേഗം വര തേടി എൻ്റെ മക്കളുടെ അടുത്തേക്ക് പോകാം, നന്ദിയുണ്ട് കേട്ടോ എന്നെ കൊല്ലാതെ വിട്ടതിന്, എന്നാൽ ശരി ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിമാൻ വേഗം മക്കളുടെ അടുത്തേക്ക് ഓടും. അവിടെ നിന്നിട്ട് നന്ദി പറയും കടുവച്ചേട്ടന്. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സത്യം പറഞ്ഞാൽ ഇതായിരിക്കും ഫലം. സത്യത്തിന് എപ്പോഴും ഇതുപോലെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവും. നുണ പറയുന്നത് കൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ ഇതൊക്കെ അപകടവും ആപത്തൊക്കെ ഉണ്ടാവുക. പുള്ളിമാൻ സത്യം പറഞ്ഞതുകൊണ്ട് കടുവച്ചേട്ടൻ അവളെ വിട്ടയച്ചു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു കഥയുമായി ഞാൻ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാം. അതുവരെ ടാറ്റ, ബൈ ബൈ.